റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വസിയ്യത്ത് എന്നത് നമ്മളെല്ലാവരും സാധാരണ കേൾക്കാറുള്ള, കേട്ടു പരിചയിച്ച ഒരു പദമാണ്. നമ്മൾ വസിയ്യത്തുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഉമ്മയുടെ വസിയ്യത്തുണ്ട് അല്ലെങ്കിൽ ഉപ്പയുടെ വസിയ്യത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടെ അതിനെ കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് യഥാർത്ഥത്തിൽ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ? കൽപ്പന, ഉപദേശം, ഇതിനൊക്കെ വസിയ്യത്ത് എന്ന് പറയാറുണ്ട്. അവിടെ മരണത്തിന് മുമ്പ് തൻ്റെ സമ്പത്തിൽ നിന്ന് അനന്തരാവകാശികളല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരു വ്യക്തി നടത്തുന്ന കൽപ്പന എന്ന ഉദ്ദേശത്തിലാണ് സാങ്കേതികമായി പലപ്പോഴും വസിയ്യത്ത് പ്രയോഗിക്കാറുള്ളത്. എങ്കിൽ മതപരമായ കൽപ്പനകൾക്ക്, ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വസിയ്യത്ത് എന്ന് പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ഉപദേശം നൽകുന്നു, കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ വവസ്വൈന എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർക്ക് നൽകിയ വസിയത്തിനെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ കാണാം. വലഖദ് വസ്വൈനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും. അതേപോലെ പ്രവാചകന്മാർക്ക് നൽകിയ അത്തരം വസിയത്തുകൾ. അതേപോലെ തന്നെ നമുക്കറിയാം, മാതാപിതാക്കളോ മറ്റോ ഒക്കെ നൽകുന്ന വസിയത്തുകളെക്കാൾ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പ്രവാചകൻ, നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ വസിയത്തുകൾ. അത് എത്ര പ്രാധാന്യമുള്ളതാണ്, എത്ര ഗൗരവമേറിയതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഹദീസുകളിൽ വസിയത്തുകൾ സഹാബികൾക്ക് നൽകിയിട്ടുണ്ട്. ഉപദേശങ്ങൾ, കൽപ്പനകൾ സഹാബികൾക്ക് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ പ്രവാചകൻ നൽകിയ വസിയത്തുകൾ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും നരകത്തിൽ നിന്ന് അകറ്റാൻ ഉള്ളതും നമുക്ക് മേന്മയുള്ളതുമായ ധാരാളം ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ആ കൽപ്പനകൾ നിറവേറ്റുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. നമുക്കറിയാം, സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂല ഫഖുദൂഹു. പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. ഏതിൽ നിന്നാണോ നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നത് അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കുക. അങ്ങനെ പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, ഹദീസുകളിൽ വന്ന ധാരാളക്കണക്കിന് ഉപദേശങ്ങളിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ 7 ഉപദേശങ്ങൾ, നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടുന്ന വളരെ സുപ്രധാനമായ ഒരുപാട് ഉപദേശങ്ങൾ. ആ 7 ഉപദേശങ്ങൾ അടങ്ങിയ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ 1239 ഹദീസ്. സഹാബി പറയാണ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അമറന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ വനഹാന അൻ സബ്ഇൻ. പ്രവാചകൻ 7 കാര്യങ്ങളെ കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുകയും 7 കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തു. പ്രവാചകന്റെ വസിയത്താണ്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എന്താണ്? ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, അമറന ബിത്തിബാഇൽ ജനായിസ്. ഞങ്ങളോട് പ്രവാചകൻ ഈ 7 ഉപദേശങ്ങളിൽ ആദ്യമായി കൽപ്പിച്ചത് ബിത്തിബാഇൽ ജനായിസ്, ജനാസയെ പിന്തുടരാൻ പ്രവാചകൻ പ്രത്യേകമായി ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മളെല്ലാം നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട്, മരണാനന്തര കർമ്മവുമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം സുന്നത്തുകൾ, അതിന് വമ്പിച്ച പ്രതിഫലങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മരണവേളയിൽ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണം. സ്വഹീഹ് മുസ്ലിമിലെ 917 ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. എല്ലാവരും കൂടി ഒച്ചത്തിൽ ചൊല്ലുക എന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്ത് ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഹൃദയം അറിഞ്ഞ് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുകയും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിട്ട ഒരാള് മരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ് ഹദീസ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന.
ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ല എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹദീസിലെ പ്രയോഗം. അത് അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ല ആയവർ എല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നില്ല. ജീവിതം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച മനുഷ്യനാണ് ഫിർഔൻ അല്ലെ. ആ ഫിറൗൻ അവസാനം പറഞ്ഞ എന്താണ്? ബനൂ ഇസ്രായേലർ വിശ്വസിച്ച, മൂസയും ഹാറൂനും വിശ്വസിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്നാണ് ഫിറൗൻ പറഞ്ഞത്. എന്നാൽ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ മാന എന്താണ്? അവിടെ തൗഹീദിൽ ജീവിക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്തവർ, ആ നിലക്ക് ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ്. ഇനി മരണ വാർത്ത കേട്ടാൽ, ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മരണ വിവരം കേട്ടാൽ നമ്മൾ എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് അവങ്കലേക്കു തന്നെയാണ് നമ്മൾ മടക്കപ്പെടുന്നത്. സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്ത് എന്താണ്? മുസീബത്തുകൾ ഉണ്ടായാൽ പറയേണ്ടത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, നിങ്ങൾക്ക് അവർക്ക് വല്ല മുസീബത്തുകളും ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്തുൽ ബഖറ 156-ാമത്തെ ആയത്താണ്. അപ്പൊ ഏറെ വേണ്ടപ്പെട്ടവരാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു, ഉമ്മി സലമ അന്നഹ ഖാലത്ത് സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമിനെ ആപത്ത് ബാധിക്കുകയും ഫയഖൂൽ മാ അമറഹുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം അവൻ എന്ത് ചെയ്യാണ്? പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറയുകയും ചെയ്താൽ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു എനിക്ക് ബാധിച്ച ആപത്തിൽ നീ പ്രതിഫലം നൽകുകയും അതിനേക്കാൾ പകരമായത് എനിക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് അതിനേക്കാൾ നല്ലത് പകരം നൽകുന്നതാണ്. ഇത് ചരിത്രത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂസലമ മരണപ്പെട്ടപ്പോൾ അവിടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അബൂസലമയെക്കാളും വലിയ ഖൈർ എന്താണ്? പക്ഷേ ഉമ്മുസലമയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിന്നീട് ഭർത്താവായി ലഭിക്കുന്നത്. അതിനേക്കാൾ നല്ലതായി ലോകത്ത് മറ്റൊന്നുമില്ല ഉമ്മുസലമക്ക് ലഭിച്ചത്. അപ്പോ അതിനേക്കാൾ പകരം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ പകരം അല്ലാഹു നൽകുന്നതാണ്. ഇനി മരിച്ച വ്യക്തിക്ക് വേണ്ടി മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതും നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയേറെ ഇസ്ലാമിൽ വളരെ പുണ്യം നിറഞ്ഞ കാര്യമാണ്. അതിനെ മയ്യത്ത് കുളിപ്പിക്കുക, അത് കഫൻ ചെയ്യുക, ആ ജനാസ നമസ്കരിക്കുക, അത് ഖബറടക്കം ചെയ്യുക, മറമാടുക, ഇങ്ങനെ സാമൂഹ്യ ബാധ്യതയായിട്ടുള്ള ഫർള് കിഫ എന്നാണ് നമ്മൾ പറയാം. ഫർള് കിഫായായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഒരാൾ മരിച്ചിട്ട് ഇത് ആരും ഒരു നാട്ടിൽ ചെയ്തില്ലെങ്കിൽ എല്ലാവരും അതിൽ കുറ്റക്കാരാകും. ആ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം കുറ്റക്കാരാകും. എന്നാൽ കുറച്ചുപേർ അത് നിർവഹിച്ചാൽ തന്നെ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അതാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഫർള് ഐൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായി നമ്മളിൽ നിർബന്ധ ബാധ്യതയായ കാര്യമാണ്. ഇവിടെ ജനാസയുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലമാണ് അതിൽ കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഒരു പ്രതിഫലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ വിശദീകരിക്കുന്നത് ബറാ റളിയല്ലാഹു അൻഹുവിന് റസൂൽ ആദ്യം നൽകിയ ഉപദേശം എന്താണ്? നീ ജനാസയെ അനുഗമിക്കണം, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടണം. അതിന്റെ കൂലി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലി ഫലഹു ഖീറാത്തുൻ, ഒരാൾ നിസ്കരിക്കുന്നത് വരെ ഒരു ജനാസക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഒരാൾക്ക് ഒരു ഖീറാത്ത് കൂലിയാണ്. ഒരാൾ ജനാസയുമായി ബന്ധപ്പെട്ട ആ നിസ്കരിക്കണ വരെ ഒരാൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷിയാൽ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഷഹിദ ഹത്താ തുദ്ഫന കാന ലഹു ഖീറാത്താനി, ഇനി അവൻ മറമാടുന്നത് വരെ അതിന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ 2 ഖീറാത്ത് അവന് ലഭിക്കും. അപ്പൊ സ്വഹാബികൾക്ക് എന്താണ് ഈ ഖീറാത്ത് എന്ന് മനസ്സിലായില്ല. സ്വഹാബികൾ ചോദിച്ചു, ഖീല വമൽ ഖീറാത്താനി, നബി എന്താണ് ഈ 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഒരാൾ നമ്മുടെ നാട്ടിൽ ഒരു മരണം ഉണ്ടായി, ആ മരിച്ച വീട്ടിൽ നമ്മൾ പോയി അതുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, പിന്നെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു, മറമാടുന്നതിൽ പങ്കെടുത്തു, അങ്ങനെ മറമാടി തസ്ബീത്തൊക്കെ ചൊല്ലി പോന്നാൽ നമുക്ക് കിട്ടുന്നത് 2 ഖീറാത്ത് പ്രതിഫലാണ്. അപ്പൊ സഹാബികൾ ചോദിക്കണം, എന്താണ് ഈ 2 ഖീറാത്ത്?
നബി പറഞ്ഞു കൊടുത്തു, മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, രണ്ടു വലിയ പർവ്വതങ്ങൾക്ക് തുല്യമായതാണ് 2 ഖീറാത്ത് കൂലി എന്ന് പറഞ്ഞാൽ. 2 വലിയ പർവ്വതങ്ങൾക്ക് തുല്യമായ അത്രയും കൂലി നമുക്ക് കിട്ടും. അപ്പൊ ചിലര് നിസ്കരിച്ചും എല്ലാം എന്ത് ചെയ്യും, നമ്മൾ വലിയ അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോകും. അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി മുഖം കാണിച്ചു പോരും. നമ്മൾ ആത്മാർത്ഥമായി ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അത്തരം ജനാസകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടണം. അതേപോലെ മരണ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ബന്ധുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അവിടെ പലപ്പോഴും ഇത്തരം ദുഃഖങ്ങളിൽ ഒരു പരിധി വിട്ട ദുഃഖപ്രകടനങ്ങൾ അത് ഇസ്ലാം വളരെ ശക്തമായി എതിർത്തു. അലമുറയിട്ടുള്ള കരച്ചിലുകൾ, റസൂലുള്ളാഹിന്റെ പ്രയോഗം എന്താണ്, ലൈസ മിന്ന എന്നാണ്. ഹദീസ് തുടങ്ങുന്ന അങ്ങനെയാണ്, ലൈസ മിന്ന. എന്താണ് ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ആരാണ് നമ്മിൽപ്പെട്ടവനല്ല? മൻ വറബൽ ഖുദൂദ് ഔ ശഖൽ ജുയൂബ്, വസ്ത്രം കീറുകയും മുഖത്തടിക്കുകയും ചെയ്തവൻ എന്ന് പറഞ്ഞാല് അലമുറയിട്ട് കരയും. ചിലര് വിധിയെ പഠിക്കുക, ഇത് ക്രൂരമായ ഒരു തീരുമാനമായി. പെട്ടെന്നുള്ള മരണങ്ങളിൽ ഒരാൾ പരിധി വിട്ട് വാക്കുകൾ പറയുക, അതേപോലെ അലമുറയിട്ട് ശബ്ദമുണ്ടാക്കി കരയുക, ദേഹത്ത് ഉപദ്രവങ്ങൾ വരുത്തുക, ഇത് റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ജാഹിലിയത്തിന്റെ സംസ്കാരമാണ്. ഇങ്ങനെ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് തന്നെ മരണം പടച്ചവന്റെ ഒരു തീരുമാനമാണ്, വിധിയാണ്. ആ വിധിയെ അംഗീകരിക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാ. സ്വന്തം കുട്ടിയാണ് മരണപ്പെടുന്നതെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് ബൈത്തുൽ ഹംദ് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നാശമേ എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മരിച്ച വ്യക്തിയെ കുറിച്ചുള്ള നന്മകൾ മാത്രമാണ് നമ്മൾ പറയേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു ജനാസക്കരികിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ കൂടെയുള്ളവർ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. അവര് ആ ജനാസയുടെ വിശേഷണങ്ങൾ, അയാൾ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞു. നബി പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി, അനിവാര്യമായി. പിന്നീട് മറ്റൊരു ജനാസയുടെ അരികിലൂടെ നടന്നപ്പോ അവർ ആ ജനാസയെ പറ്റി ചില നെഗറ്റീവുകൾ പറഞ്ഞു ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട്. നബി പറഞ്ഞു വജബത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഈ 2 ജനാസന്റെ അടുത്ത് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞത് വജബത്ത് എന്നാണ് പറഞ്ഞത്, അനിവാര്യമായി, നിർബന്ധമായി. അപ്പൊ നബി പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറൻ ഫവജബത്ത് ലഹുൽ ജന്ന, ഈ ജനാസയെ നിങ്ങൾ പുകഴ്ത്തി, അയാളിലെ നന്മകൾ മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അയാൾക്ക് സ്വർഗം അനിവാര്യമായി. വഹാദാ അസ്നൈതും അലൈഹി ശർറൻ, മറ്റേയാളെ പറ്റി നിങ്ങൾക്ക് അയാളുടെ മോശങ്ങളാണ് പറയാനുള്ളത്. ഫവജബത്ത് ലഹുൽ നാർ, അയാൾക്ക് നരകമാണ്. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. അതായത് മരിച്ചാൽ അവിടെ മോശം വ്യക്തിയെ കുറിച്ച് ആൾക്കാർ നന്മ പറഞ്ഞാൽ അയാൾ സ്വർഗം ലഭിക്കണമെന്നല്ല, മരിച്ചാൽ ആളുകൾ നന്മ പറയുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമാകണമെന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. ഇനി ജനാസയുടെ കർമ്മങ്ങൾ, പലപ്പോഴും നമ്മുടെ ജനാസ, ഒരു മരണം സംഭവിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് അതിൽ വലിയ ഡിലേ വരുന്നു. പല കാരണങ്ങളുടെ പേരിൽ ജനാസ വൈകിപ്പിക്കുന്ന ഒരു രീതി. എന്നാൽ അവിടെ പ്രവാചകന്റെ ഒരു സുന്നത്ത് എന്താണ്, അത് പാടില്ലെന്നോ അതല്ല, മറിച്ച് പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച രീതി എന്താണ്, സുന്നത്തിനോട് യോജിച്ചെന്താണ് പ്രവാചകന്റെ പരാമർശം, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസ കൊണ്ട് നിങ്ങൾ ധൃതി കാണിക്കുക. ഫഇൻ തകു സ്വാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ അലൈ, അത് നല്ലതാണെങ്കിൽ, സ്വാലിഹായ വ്യക്തിയാണെങ്കിൽ അയാൾ നന്മയിലേക്ക് നിങ്ങൾ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ, അയാളെ വിട്ടുകൊടുക്കുക. ഇനിയോ വൈൻ തകു ഗൈറ ദാലിക ഫശറുൻ, അതൊരു വൃത്തികെട്ട അതല്ലെങ്കിൽ ഒരു ഷർറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അയാളെ അൻറിഖാബിക്കും, നിങ്ങളുടെ പിരടികളിൽ നിന്ന് അത് ഇറക്കി വെക്കുക, ധൃതി കാണിക്കുക, വേഗത കൂട്ടുക എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ബന്ധുക്കളും മറ്റും വരട്ടെ എന്ന കാരണത്താൽ ഒരു ദിവസവും ഒക്കെ വൈകിപ്പോകുന്ന അവസ്ഥകൾ, ജനാസയുടെ കർമ്മങ്ങൾ വൈകിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. മഹത്തായ ഒരു സുന്നത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വിസ്മരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇനി ഒരാൾ വൈകി വന്നു, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു, ഒരാൾ വൈകി വന്നു, അയാൾക്ക് ചെയ്യാനുള്ള എന്താണ്, ജനാസയുടെ മുന്നിൽ വെച്ച് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ഖബറിന്റെ സ്ഥാനം നോക്കി ഖബർ എവിടെയാണെന്ന് അറിഞ്ഞ് അയാൾക്ക് വന്ന ഉടനെ എന്ത് ചെയ്യാം, ഉളുവൊക്കെ എടുത്ത് ഖബറിന്റെ അടുത്ത് പോയി അയാൾക്ക് എന്ത് ചെയ്യാം, മയ്യത്ത് നമസ്കരിക്കാവുന്നതാണ്. അവിടെ കാണുക എന്നതോ മരിച്ച വ്യക്തിയുടെ മുഖം കാണുക എന്നതൊന്നും പ്രത്യേക പുണ്യമുള്ളതോ ഇസ്ലാമിൽ നിയമമാക്കിയതോ ആയ കാര്യങ്ങളല്ല. അതേപോലെ ജനാസ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്?
എങ്ങനെയാണ്? ഹദീസുകളിൽ നമുക്ക് കൃത്യമായി കാണാം. താബിഈ വര്യനായ ഖൈസ് ബിൻ ഉബാദ് റഹിമഹുല്ല പറയാണ്, അൻ ഖൈസ് ബിൻ അബ്ബാദ് ഖാൽ കാന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യക്റഹൂന റഫഅ സൗതി ഇൻദൽ ജനായിസ്. ജനാസയുടെ അടുത്ത് ശബ്ദം ഉണ്ടാക്കുന്നത് സഹാബികൾ വെറുത്തിരുന്നു. അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റഹിമഹുല്ല ഇതേ കാര്യം എടുത്തു പറയാണ്. വഅലം, നിങ്ങൾ അറിയണം, അന്ന സ്വവാബൽ മുഖ്താറു മാ കാന അലൈഹി സലഫു മിൻ, അദ്ദേഹം പറയാണ്, മിൻ അസ്സുകൂതു ഫി ഹാലി സൈർ മഅൽ ജിനാസ ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈറ ദാലിക്. അൽ അദ്കാറു ലിൻ നവവി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. താങ്കൾ അറിയണം, ജനാസയോടൊപ്പം അവിടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് മൗനമായിരിക്കുക എന്നത് മുൻഗാമികളിൽ ഉണ്ടായിരുന്നതായ നിലപാടാണ്, സലഫു സ്വാലിഹീങ്ങൾ സ്വീകരിച്ച നിലപാടാണ്. അതേപോലെ ഏറ്റവും ശരിയായ അഭിപ്രായം അതാണ്. അതിനാൽ തന്നെ ഖുർആൻ പാരായണം കൊണ്ടോ ദിക്ർ ചൊല്ലിക്കൊണ്ടോ അതല്ലാത്തത് കൊണ്ടോ ശബ്ദം ഉയർത്തപ്പെടാവതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ മരണ വീട്ടിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ മൗലം അവലംബിക്കലാണ് ഇസ്ലാമിൻ പഠിപ്പിച്ച രീതി. പക്ഷെ പലപ്പോഴും ദിക്റുകൾ ഉറക്കെ ചൊല്ലപ്പെടുന്നു, യാസീനും മറ്റ് ഖുർആൻ പാരായണങ്ങളും നടക്കുന്നു. ഇത് മുൻ മാതൃകയില്ലാത്തതും അതുകൊണ്ട് തന്നെ അത് ബിദ്അത്തുമാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് തന്നെ മരണവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. പലപ്പോഴും ഈ സുന്നത്തുകളിൽ നിന്ന് മാറ്റി നിർത്തി ബിദ്അത്തുകളാണ് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്കും നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ചില സുന്നത്തുകൾ നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട്. ജനാസ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുന്നിൽ നടക്കലാണ് ഏറ്റവും ഉത്തമെന്നാണ്. ഇമാം തുർമുദിയുടെ റിപ്പോർട്ടിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറിൻ വ ഉമറ കാനു യംശൂന അമാമൽ ജനാസ. ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ജനാസയുടെ മുന്നിലായിരുന്നു നടക്കാറുണ്ടായിരുന്നു. പിന്നിൽ നടന്നാൽ കുറ്റകരമാണ് എന്നല്ല, മറിച്ച് മുന്നിലൂടെ നടക്കലാണ് ഉത്തമവും നബിയുടെ ചര്യയും. ഇനി പിന്നിലും മറ്റും നടക്കൽ അനുവദനയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അർ റാക്കിബു യസീറു ഖൽഫൽ ജിനാസ, വാഹനപ്പുറത്ത് വാഹനത്തിൽ വരുന്നവർ എന്ത് ചെയ്യാ, ജനാസയുടെ പിന്നിലാണ് വരേണ്ടത്. വൽ മാഷി യംശി ഖൽഫഹാ വ അമാമഹാ, നടന്നു വരുന്നവർ ജനാസക്ക് സമീപമായി പിന്നിലോ മുന്നിലോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ആയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപ്പൊ ജനാസ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മുന്നിലാണ് കൂടുതൽ ഉത്തമം, എന്നാൽ പിന്നിലാവാം, ഇടതാകാം, വലതാകാം, ഒക്കെ എന്ത് കൊണ്ടുപോകും. വാഹനത്തിൽ വരുന്നവർ ഏറ്റവും പിന്നിലായാണ് എന്ത് ചെയ്യേണ്ടത്, ജനാസ അനുഗമിക്കേണ്ടത്. ഇനി ഖബർസ്ഥാനിലേക്ക് കയറുമ്പോൾ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചൊരു സുന്നത്ത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിപ്പ് ധരിച്ച് ഖബറുകൾക്കിടയിലൂടെ നടന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഖി സിബ്തിയത്തൈക, നിന്റെ ചെരുപ്പുകൾ നീ അടിച്ചു വെക്കുക. ഇമാം അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസിൽ ഈ ഹദീസ് എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ ചെരുപ്പുകൾ ഖബർസ്ഥാനുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പുകൾ അഴിച്ചു വെച്ച് എന്ത് ചെയ്യുക, പ്രവേശിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവിടെ എത്ര സമയമെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറമാടി കഴിഞ്ഞ് ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്രയും സമയം തസ്ബീത്ത് ചൊല്ലുന്നതും സുന്നത്താണ്. പക്ഷേ നമ്മുടെ നാട്ടില് തസ്ബീത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് തൽഖീനാണ്. പക്ഷെ അതിന് മുൻ മാതൃകയില്ല, ഹദീസുകളിൽ തെളിവുകളില്ല, അത് ബിദ്അത്തുമാണ്. തസ്ബീത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തസ്ബീത്ത് ചൊല്ലാൻ ഹദീസുകളിൽ അതിന്റെ വരികൾ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ മയ്യത്തിനു വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുക എന്ന പ്രയോഗങ്ങൾ വന്നു. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഇജ്മാഅോടെ ചില കലിമത്തുകൾ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. ആ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്രയും സമയം നബി ഖബറിന്റെ അടുത്ത് നിന്നിട്ട് സഹാബികൾ തസ്ബീത്ത് ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തസ്ബീത്തായി മയ്യത്തിന് രക്ഷ കിട്ടുന്ന പ്രാർത്ഥനകൾ എന്തും നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കഫൻ ചെയ്യുമ്പോൾ മയ്യത്ത് എടുക്കുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നുമില്ല. എന്നാൽ ഖബറിൽ വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, ബിസ്മില്ലാഹി വ അലാ മില്ലത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ നാമത്തിൽ ഇത് വെക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന് ശേഷം ഉള്ള ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങളൊക്കെ അനാചാരങ്ങളാണ്. പലപ്പോഴും മരണവുമായി ബന്ധപ്പെട്ട്, ജനാസയും മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മരണം നടന്നതിന് ശേഷം 3-ന്റെ അന്ന്, 5-ന്റെ അന്ന്, 15-ന്, 40-ന് പലപ്പോഴും ആണ്ടുകൾ നടത്തുന്നു. മരിച്ച വീട്ടിലാണ് എന്ത് ചെയ്യണത്. പക്ഷെ ഇസ്ലാമിന്റെ സുന്നത്ത് എന്താ,
ആ മരിച്ച മയ്യത്തിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യുക, അയൽവാസികളും കുടുംബക്കാരും അകന്ന കുടുംബക്കാരും അവരെ ഭക്ഷിപ്പിക്കലാണ്. കാരണം അവര് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകുന്ന രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കാരണം ഒരു വാപ്പ മരിച്ച മകന്റെ മാനസിക നില എന്താണ്? മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന മാനസിക നിലയാണ്. ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇത് ബിദ്അത്താണ്, അനാചാരമാണ്. പിൽക്കാലത്ത് മറ്റ് സമുദായങ്ങളിൽ നിന്ന്, ഇതര മതങ്ങളിൽ നിന്ന് കടന്നു വന്ന അനാചാരങ്ങളാണിത്. എന്നാൽ സുന്നത്ത് ഇതാണ്. എന്താ? അയൽവാസികൾ എന്ത് ചെയ്യുന്നു? അന്ന് രാവിലെയാണ്, പുലർച്ചെയാണ് മരിച്ചത്, രാവിലെ അവരൊന്നും കഴിച്ചിട്ടില്ല, അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന ആ കുടുംബത്തെ ഭക്ഷിപ്പിക്കുക. ആ നിലക്കാണ് സുന്നത്തുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. മരണവുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകൾ അത് പഠിക്കാനും, അത് ഡീപ്പായി പഠിക്കാനും പകർത്താനും നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാലങ്ങളായി ചെയ്തു വന്ന ബിദ്അത്തുകൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം? ഇന്നതാണ് സുന്നത്ത് എന്ന് പഠിച്ചാൽ അതിന്റെ അപ്പുറത്തുകളിലൊക്കെ എന്താണ്? ബിദ്അത്താണ്. പുത്തനാചാരമായി നമ്മുടെ നാട്ടിൽ കടന്നു വന്ന, പാരമ്പര്യമായും പിന്നെ താവഴിയായും കടന്നു വന്ന നാടിന്റെ സാഹചര്യത്തിൽ കണ്ടുപരിചയിച്ചതൊക്കെയാണ്. പക്ഷെ നമുക്ക് കൂറുള്ളതും നിലപാട് സ്വീകരിക്കേണ്ടതും ഖുർആനും ഹദീസും വെച്ചാണ് ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്? നിലപാടെടുക്കുന്നത്. ആ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ നിലക്ക് ജനാസയെ അനുഗമിക്കുക എന്ന ഒരു വലിയ പുണ്യത്തെ, ആ മയ്യത്തിന്റെ വീട്ടിലേക്ക് പോയി അവരെ, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഇടപെടാനും, അങ്ങനെ ഖബറടക്കി തിരിച്ചു പോരുന്നത് വരെ അതിൽ ഇൻവോൾവ് ആയാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു മലന്റെ വലിപ്പത്തിനാണ്. 2 മലകളുടെ അത്രയും വലിപ്പം നന്മകളാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളെ ഫോളോ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും തിന്മകളുടെ അതിപ്രസരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കൾ, യുവതികൾ, പെൺകുട്ടികൾ. അത് ഒരു 15 വയസ്സ്, ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലേക്ക് പോകുമ്പോൾ അവർ വലിയ തിന്മകളിലേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരുപാട് സംഭവങ്ങൾ. മെനിഞ്ഞാന്ന് നമ്മുടെ പ്രദേശത്തിനടുത്ത് ഒരു പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത നമ്മൾ കേട്ടു. അതേപോലെ ഒരു പെൺകുട്ടിയെ തേടി പാലക്കാട് നിന്നൊരു സംഘം നമ്മുടെ പാനൂരിലും ചമ്പാടിലേക്കും എത്തിച്ചേരുകയാണ്. എങ്ങനെയാണ്? ഫോൺ വഴിയുള്ള ചാറ്റിങ്ങുകളിലൂടെ ഇത്തരം അഫെയറുകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളിട്ട ഗൂഗിൾ മാപ്പ് വെച്ച് ആ ആൺകുട്ടികൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രദേശത്താണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയും ഒരു ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ നാട് സഞ്ചരിക്കുകയാണ്. ഇവിടെ എന്താണ് ഇതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഏറ്റവും വൃത്തികെട്ട ആളുകളുടെ കൂടെ, ഏറ്റവും കുലീനമായി തറവാടിത്തത്തോടുകൂടെ ജീവിച്ച പെൺകുട്ടികളാണ് എന്ത് ചെയ്യണത്? ചില അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞു കേൾക്കാറുള്ളത്, ചേരി പ്രദേശങ്ങളിൽ നിന്ന്, ഈ വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിൽ അവിടെ സ്മെല്ലടിക്കുന്ന, അതേപോലെ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളുടെ പരിസരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അനുഭവങ്ങൾ, പെൺകുട്ടികൾ, ഇറങ്ങിപ്പോയ പെൺകുട്ടികൾ തിരിച്ചു വന്ന അനുഭവങ്ങൾ. ഇവിടെ എവിടെയാണ് തകരാറുകൾ സംഭവിക്കുന്നത്? ഇവിടെ ഒരാളോടുള്ള ഇഷ്ടം എന്ത് ചെയ്യാണ്? എന്തിനും അവരെ പ്രേരിപ്പിക്കുകയാണ്. ഒരു 3-4 ഫോൺ കോളും 2 ചാറ്റിങ്ങും ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ പെൺകുട്ടികൾ പലരുടെയും വലയിൽ പെട്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനുവേണ്ടി, അവനുമായി മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ക്രൂരതകളും ചെയ്യാൻ അവർ മടിക്കുന്നില്ല. വാപ്പാനെ കൊന്നിട്ടാണെങ്കിലും കാമുകന്റെ കൂടെ പോകാൻ. എന്താണ്? ഈ പ്രണയത്തിന്റെയും ഈ ഇഷ്ടത്തിന്റെയും ഒക്കെ ഇത്തരം അഭിഹിതങ്ങളിലേക്ക് പോകുന്നവർ എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും അവരെന്ത് ചെയ്യും? അത്തരം കാര്യത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് വാപ്പ കരയുമ്പോഴും ഓളെ മനസ്സിലൊരു ഫീലിംഗ് വരുന്നില്ല. നമ്മൾ പല രംഗങ്ങളും കൊണ്ട് കോടതി വരാന്തങ്ങളിൽ വാപ്പ അങ്ങനെ കരയെ ഓളെ വിളിക്കുക, പക്ഷെ അവൾക്ക് ഒരു കുലുക്കമില്ല. കാരണം എന്താ? അവളുടെ മനസ്സിൽ മുഴുവൻ ഈ പ്രണയത്തിന്റെ, കാമുകന്റെ അവനുമായി പോകാനാണ് അവളുടെ താല്പര്യം. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം വാർത്തകൾ അധികരിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പരിഹാര മാർഗങ്ങളിലേക്കാണ് നമ്മൾ വരേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ പരിഹാരം? എന്താണ് ഈ പരിഹാരം? എന്താണ്? നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ ഇത്തരം അവസ്ഥയിൽ ദീനീ ബോധം അവർക്ക് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്.
പക്ഷെ അതിലേക്ക് പലപ്പോഴും നമ്മൾ എത്തുന്നില്ല. മദ്രസ വിദ്യാഭ്യാസങ്ങൾ ചെറിയ പ്രായം മുതലേ കുട്ടികളിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ CRE പോലെയുള്ള കുട്ടികൾക്കുള്ള മതപഠന സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക, അവർക്ക് പ്രത്യേകം ഉള്ള അത്തരം പ്രോഗ്രാമുകളെ കൊണ്ടുവരിക, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പരിഹാരത്തിന്. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് പടച്ചവനെ പറ്റിയുള്ള പേടി, അവരുടെ ഭയം അവരുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അവരുടെ അനാവശ്യമായ ചാറ്റിങ്ങുകൾ, ഇത്തരം ഫോൺ കോളുകൾ, അതേപോലെ ഇത്തരം യാത്രകൾ, അവിഹിതങ്ങളിലേക്കുള്ള ഇത്തരം യാത്രകൾ വളരെ ധാരാളമായി. നമ്മൾ പിടിക്കപ്പെടുന്ന ചില ഒറ്റപ്പെട്ട കേസുകൾ മാത്രമാണ്, പിടിക്കപ്പെടാത്ത എത്ര കേസുകൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ ഉള്ളറകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം, മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്ന ബോധം നമ്മുടെ കുട്ടികളിലേക്ക് വന്നിട്ടില്ല. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അറിയുന്നവനാണ് റബ്ബ്. ആ പടച്ചവനെ വിട്ടിച്ചിട്ട് എന്ത് തിന്മ ചെയ്യാൻ പറ്റും? എന്ത് തിന്മ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ആ പടച്ചവൻ കാണുന്നുണ്ട്. മറ്റൊന്ന് വേഷവിധാനമാണ് നമ്മൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികളുടെ വേഷവിധാനം. ഈ പെൺകുട്ടികൾ പലപ്പോഴും പെൺകുട്ടികൾ വാശി പിടിക്കുന്നതല്ല, ചിലർക്ക് വേഷങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഉമ്മമാരാണ്. ജീൻസ് പാൻറ്റും ആ ടീഷർട്ടിന് ഒരു കണക്ഷനും ഇല്ലാത്ത വേറെ തന്നെയുള്ള ടീഷർട്ടും, അതേപോലെ തന്നെ തലയിൽ ഒരു ടവലിന്റെ വലിപ്പത്തിലുള്ള ഒരു തുണിയൊക്കെ ചുറ്റി ഇങ്ങനെ ഒരു മോഡേൺ കൾച്ചറിലൂടെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ മാറിയിരിക്കുകയാണ്. കോസ്മെറ്റിക്സിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഇവിടെ പരിഹാരങ്ങൾ ദീന് കൊണ്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. വിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷം എങ്ങനെയാണ് സൂറത്ത് അഹ്സാബിൽ അള്ളാഹു പഠിപ്പിച്ചു. 59-ാമത്തെ ആയത്തില്, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, കുൽ താങ്കൾ പറയുക, ലി അസുവാജിക നിങ്ങളുടെ ഭാര്യമാരോട്, വ ബനാതിക നിങ്ങളുടെ പെൺമക്കളോട്, വ നിസാഇൽ മുഅ്മിനീൻ അതേപോലെ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ പറയുക. അപ്പൊ അവരുടെ ലൂസായ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ് ഒരു പെണ്ണിന്റെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്ത്രം. ഈ വസ്ത്രം, ശിരോവസ്ത്രം, അവർക്കൊരു കവചമാണത്. പക്ഷേ ഇസ്ലാം വിമർശകർ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ലിബറലാകാണ്. സ്ത്രീയെ ഒരു ഫർദക്കുള്ളിൽ അടിച്ചമർത്തിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ന് നമ്മൾ പറയാൻ നിൽക്കല്ല. മറിച്ച് അതിന്റെ ലക്ഷ്യം 2 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ് ഒരു മാന്യതയുള്ള വേഷം ധരിക്കുന്ന പെണ്ണിലൂടെ സംഭവിക്കുന്നത്? ഖുർആൻ പറഞ്ഞു, ദാലിക അദ്നാ യുറഫ്ന, അവളുടെ മാന്യതയുടെ അടയാളമാണ് വേഷം. ഒരു മാന്യതയാണ്, മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ് നല്ല വേഷവിധാനം. ശരീരം മുഴുവൻ മറയുന്ന ഒരു വേഷം ധരിച്ച പെണ്ണ്, അതൊരു മാന്യതയുടെ ഐഡന്റിറ്റിയാണ്, ഒരു ഡ്രസ് കോഡാണ്. അവളെ ഉപദ്രവിക്കാൻ ആരും വരൂല. അവളിൽ നിന്നൊരു മോശമായ കാര്യം ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അവൾ മാന്യതയുടെ വേഷമാണ് ധരിച്ചത്. രണ്ടാമത്തെ എന്താ? ഫലായുദൈൻ, അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. അപ്പൊ അള്ളാന്റെ ദീന്, അള്ളാഹ് വഹയിലൂടെ പഠിപ്പിച്ച നിയമം എന്തിനാണ്? പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് അള്ളാഹ് ഉറപ്പുവരുത്തുക. പെണ്ണ് അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. നമ്മളെ എവിടെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു? ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായ സ്ത്രീകൾ വരെ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നു. എത്രയെത്ര കേസുകളാണ്. ഇവിടെ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ നമ്മുടെ പെൺകുട്ടികൾ എവിടെയാണ് യാത്ര ചെയ്യുന്നത്? നമ്മുടെ സ്റ്റഡി ടൂർ എന്ന പേരിൽ കോളേജുകളിലേക്ക്, ഇത്തരം കാര്യങ്ങളിലേക്ക് എവിടെ യാത്ര ചെയ്യുന്നത്? നട്ടപ്പാതിര സമയത്ത് മഹറമില്ലാതെ യുവതികൾ യാത്ര ചെയ്യുന്നു. പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ് അനുവാദം കൊടുക്കുന്നത്? പാരന്റ്സ് ആണ്. ഇസ്ലാം പറയുന്നത് മഹറമില്ലാതെ ഹജ്ജിനോ ഉംറക്കോ പോലും പോകാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് അനുവാദമില്ല. കാരണം അവൾ അടിച്ചമർത്തുകയല്ല, അവളുടെ പ്രൊട്ടക്ഷനാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അവളുടെ സുരക്ഷിതത്വ ബോധമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ഈ നിലക്കുള്ള വസ്ത്രവും ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുത്ത ആരാണ്? വാപ്പയാണ് ഇത് വാങ്ങിക്കൊടുക്കണം. ബില്ലടക്കണ ആള് മൂപ്പരാണ്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണ ഉമ്മയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനുകളിൽ കണ്ണീര് വാർക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് മാറും. കാരണം വസ്ത്രത്തിലൂടെയാണ് ഇത്തരം ആളുകൾ എന്ത് ചെയ്തത്? വശീകരിച്ച് ഇത്തരം ട്രാപ്പുകളിൽ പെട്ടുപോയത്. അതേപോലെ തന്നെ മൊബൈൽ ഉപയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ള ആളുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? ചാറ്റ് ചെയ്യാണ്. ഇത്തരം ബന്ധങ്ങൾ തുടർത്തിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലും വീട്ടിലും പരിസരത്തൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ, നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾ, അവർ കൃത്യമായി ദീനീ ബോധത്തിലാണോ പോകുന്നത്? അതിന്റെ ഉത്തരവാദിത്തമായിരിക്കാണ് ഗൃഹനാഥന്മാരായ പാരന്റ്സ് ആയ നമ്മൾ ഓരോരുത്തർക്കുമാണ്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ദീനിലേക്ക് വരിക എന്നുള്ളതാണ്. വമൻ അഅറദ അൻ ദിക്രി,
എന്റെ ഈ ഉത്ബോധനത്തെ ആരാണോ വിട്ടുകളയുന്നത്, തിരിഞ്ഞുകളയുന്നത്, ഫൈനലഹു മഈശതൻ ലൻക, അവന് കുടുസായ ഒരു ജീവിതമായിരിക്കും അവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക, ആ ദീനീ ബോധത്തിലേക്ക് കടന്നു വരും. നമ്മളെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ കോൺഫറൻസുകൾ നമ്മൾ വെക്കാറുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ 27-ാം തീയതി കണ്ണൂര് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഒരു പ്രോഗ്രാം നടക്കണം. അതിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ പലരിലും നമസ്കാരത്തിന്റെ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മറ്റു നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ മുന്നിൽ സുത്ര ഉപയോഗിക്കാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ സ്വഹീഹായ നിരവധി ഹദീസുകളിൽ ഒരു സുത്രക്ക് പിന്നിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സുത്ര മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സ്വല്ലാ അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രതി വൽയദ്നു മിൻഹാ, നിങ്ങൾ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ സുത്രയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കട്ടെ, അതിനോട് അടുത്തു നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ്. സുത്ര ഇല്ലാതെ നിസ്കരിക്കരുത് എന്നാണ്. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, സുത്രയിലേക്കല്ലാതെ നിങ്ങൾ നിസ്കരിക്കരുത്. വലാ തദ അഹദൻ യമുറു ബൈന യദൈക, നിന്റെ മുന്നിലൂടെ ആരെയും കടന്നു പോകാൻ അനുവദിക്കരുത്. മുന്നിലൂടെ കടന്നു പോകുന്നതിന്റെ ഗൗരവം എന്താ? 40 വർഷം കാത്തു നിൽക്കേണ്ടി വന്നാലും അതാണ് നിനക്ക് ഖൈർ എന്നാണ്. ഒരാളുടെ മുന്നിലൂടെ നടക്കുന്നത്, നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിൽ കൂടെ നടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ചെറിയ ചെറിയ സൂത്രകൾ, മറകളുണ്ട്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം, പിന്നാണ് നിസ്കരിക്കണമെങ്കിൽ ആ സൂത്രം എടുത്ത് എന്ത് ചെയ്താൽ മതി, നമ്മൾ മുന്നിൽ വെച്ചാൽ മതി. ഒരു മറ നമുക്ക് നമസ്കാരത്തിൽ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് പ്രവാചകന്റെ സുന്നത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ ഒരാൾ ഇങ്ങനെ മറയില്ലാതെ നിസ്കരിക്കുകയാണ്. തൊട്ടിപ്പുറത്തൊരു തൂണുണ്ട്, അദ്ദേഹം എന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റ് പിടിച്ച് ആ മറയിലേക്ക് കൊണ്ടുവന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ സമയത്ത് ആ മറ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായി കഷ്ടപ്പെടുന്ന ഒരുപാട് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലും ഒക്കെ ഉണ്ട്. അള്ളാഹുവെ, നീ അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ അള്ളാഹു ഇനി അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹു നീ അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين آمين برحمتك يا ارحم الراحمين.